ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു നേന്ത്രപ്പഴം വെച്ചിട്ടൊരു സ്നാക്കാണ് ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പഴംപൊരി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനപ്പുറം ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പൊതുവേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പം പഴം ഇതളുകളായി മുറിച്ചിട്ട് മൈദമാവിൽ മുക്കി പൊരിക്കേ വേണ്ടൂ. പക്ഷേ ഇതിൽ നമ്മൾ പഴം വേറൊരു രീതിയിൽ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വന്നാൽ 2 മീഡിയം സൈസ് പഴം ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഴം നല്ല പഴുത്താണെങ്കിൽ ഇത്രയൊന്നും പഞ്ചസാര വേണ്ടി വരില്ല. ഇപ്പം വലിയ പഴുപ്പില്ല, അതുകൊണ്ടാണ് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ഉടഞ്ഞ് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഇതിൽ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് പഴം നല്ല സോഫ്റ്റായിട്ട് വെന്ത് ഉടയുന്നവരൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പഴം അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ഉടക്കാനുണ്ട്, അപ്പോൾ നമുക്കത് ഉടച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ബോണ്ടൊക്കെ ആക്കുന്ന പോലെ അങ്ങനെ ആക്കിയെടുത്താൽ മതി. പക്ഷേ ഞാനിപ്പം കുറച്ച് നീളത്തിലാണ് ചെയ്തത്. കയ്യിൽ നെയ്യൊന്ന് തടവിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ബോൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ 2 കൈയും വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാനെല്ലാം ചെയ്തെടുക്കുന്നത്. ഇനി അത് മുക്കി പൊരിക്കാനുള്ള ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സെയിം ബാറ്റർ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു 2 ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് അത്ര മതി. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, കളർ കിട്ടാൻ വേണ്ടി മാത്രം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും പിന്നെ അതുപോലെ തന്നെ 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പഴത്തിൻ്റെ അത് ബാറ്ററിൽ കംപ്ലീറ്റ് ഒന്ന് മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യണം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും രണ്ടും ചേർത്തുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു കളറായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി എന്ന് തന്നെ പറയാം. റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്